everyone, this is Shweta. My name is Inder and welcome to our channel. It's time for Super Sharanya. Let's watch it. ഇതെന്താണ് എവിടെ പോണേ? എന്റെ അമ്മേനെക്കാളും കൂടുതൽ ഞാൻ അമ്മേന്ന് വിളിച്ചിട്ടുള്ളതേ നിന്റെ അമ്മേനെ. ഇനി നിന്റെ അമ്മയുടെ ഒപ്പം വാരംപാടിയാണെങ്കിൽ അഭിലാഷ് കുമാറിനെ കിട്ടില്ല. ഞാൻ വരണ്ട് നീ പറഞ്ഞിട്ട് വരാം. അളയ വന്നോളൂ, ചേച്ചി വെക്കോ. ഹലോ, എന്തൊരു കോൾ വിചാരിച്ചത്? ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കണായിരുന്നു. നീ അറിഞ്ഞിട്ടുണ്ടാവില്ല. അക്ഷരം മിണ്ടരുത്. കോളേജ് മൊത്തം പാട്ടാണ്. നടക്കാൻ വയ്യ. ഇത് കൊച്ചിയിലൊക്കെ ഗുണ്ടാട്ടിയുമായിട്ട് പറഞ്ഞിണ്ടാക്കുന്നേ. കഷ്ടമാണത്. എടി, ഞാൻ അടിക്കാൻ വിളിച്ചല്ല, കാര്യം പറയാൻ വിളിച്ചാണ്. അപ്പഴാ ചുമ്മാ സുമേഷേട്ടൻ അപ്പൊ തന്നെ ആൾക്കാരെ അടിച്ച് പെട്ടുപോയതാണ്. എല്ലാത്തിനും റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസർ ഉണ്ടല്ലോ ദീപു നിന്റെ അടുത്ത്. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു ആയിട്ടുള്ള റിലേഷൻ വേണ്ടാന്ന്. സോനയ്ക്കും പറഞ്ഞത് സെമിനാർ പ്രസന്റേഷനും പൊട്ടിക്കാന്നൊരു മൈൻഡ് ആയിട്ടുള്ള. നിനക്ക് അതൊക്കെ ആയിരിക്കും ഇമ്പോർട്ടന്റ്. എന്താ ഇമ്പോർട്ടന്റ് അല്ലേ? ദീപു ഞാൻ പഠിക്കാൻ വന്നാണ്. നിനക്ക് ഒരു കാര്യങ്ങളൊന്നും എന്നിട്ട് എന്ത് കാര്യം? നീ ഇതിന്റെ അസൈൻമെന്റ് സെമിനാർ ഉണ്ടാക്ക്. നീ എന്നെ വിളിക്കാൻ നിൽക്കണ്ട. അസൈൻമെന്റ് സ്പെല്ലിംഗ് അറിയോ നിനക്ക്? അസൈൻമെന്റ് സ്പെല്ലിംഗ് പറയാൻ പറ്റുമോ? പറ, അറിയില്ലല്ലോ. അസൈൻമെന്റ് സ്പെല്ലിംഗ് കണ്ട് എനിക്ക് ഈ ലോകത്തൊന്നും ഉണ്ടാക്കാനില്ല. ശരണ്യെ ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ എനിക്കും അറിയാം. മോള് കിടന്ന് കരയും. बट ये थोड़ा ये हो गया ना, उसको मारा एंड ऑल. അവളെന്നെ തെറി പറഞ്ഞോട്ടെ, തല്ലിക്കോട്ടെ, പക്ഷെ ഇംഗ്ലീഷും പറഞ്ഞ ആളിയാക്കിയത് ഇതെന്തൊരു കഷ്ടമാണ്. ഇതിനങ്ങനെ എടുക്കണം. എനിക്കൊരു ഗ്രാൻഡ് ഐഡിയ തോന്നുന്നുണ്ട്. കോയമ്പത്തൂർ ഞാൻ കുറച്ചു ദിവസം മാറിയിക്കാൻ പോണേണ്. കോതമംഗലത്ത് നമ്മുടെ ജസ്റ്റ് പിന്നെ ഫോൺ ഓഫ് ആക്കി വെക്കും. പിന്നെ നിന്നെ വിളിക്കും. എന്നെ വിളിക്കണം? എന്തിന്? നിന്നെ വിളിക്കും. അപ്പൊ നീ എന്ത് പറയും? എന്ത് പറയണം? അപ്പൊ നീ പറയണം ഞാൻ എവിടെ പോയെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര വിഷമിച്ചിട്ടാ പോയെന്നു, പാനിക് അറ്റാക്ക് അടിച്ചെന്നും പറ. അവള് പറയാറുള്ള ഒരു വാക്കാണ്. She used that word a lot, panic attack. എന്റെ വില മനസ്സിലാക്കട്ടെ. അത് ഞാൻ പറഞ്ഞു. The studies and all कुछ भी नहीं हो रहा है. മമ്മി താറാവ് കൊണ്ടുവരാം. ശരി മമ്മി. എടാ, ഈ അസൈൻമെന്റ് വെക്കാത്തതിന് ക്ലാസ്സിൽ പുറത്താക്കുന്ന കണ്ടിട്ടുണ്ട്. നീ അസൈൻമെന്റ് സ്പെല്ലിംഗ് അറിയത്തില്ലോണ്ട് എന്തോ ഉദ്ദേശത്തിലാണ് ഈ ഇംഗ്ലീഷ് അറിയാവുന്ന കാമുകമാർ എന്തുകൊണ്ട് ഒരു ബാധ്യതയാണ്. പോയി കഴിഞ്ഞാൽ കട്ട്ലേറ്റ് ബർഗർ സാൻഡ്വിച്ച്. നമ്മുടെ 30 രൂപ പരിപാടി. എടാ, ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ കുട്ടികൾക്ക് ഇതിന്റെ സ്പെല്ലിംഗ് അല്ലേ അറിയേണ്ടത്. സ്പെല്ലിംഗ് ആണോ? സ്പെല്ലിംഗ് ഇച്ചിരി പാടാ. നീ ഒരു കാര്യം ചെയ്യ്, നീ അവളെ അങ്ങോട്ട് വിളിക്ക്. അവളെ ടെൻഷൻ അടിച്ച് സെമിനാർ കോളാക്കിട്ടുണ്ടാവും. അയ്യേ, എനിക്ക് നാണമാരുണ്ട്. നീ അപ്പൊ നാണമാരില്ലാത്ത ആരെങ്കിലും കൊണ്ട് ഞാൻ വിളിപ്പിച്ചോളാം. സാറ് വെച്ചോ. ഞാൻ വിളിക്കത്തില്ല. ദീപ് വിളിച്ചിരുന്നോ? അവനെ എവിടെയാണ് ഒരു വിവരമില്ല. ആർക്കറിയില്ല മോളെ, അവൻ കോതമംഗലത്താണ്. അവനെന്നെ വിളിച്ചപ്പോ കരയായിരുന്നു. അവനെ വിളിച്ച് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വരാൻ പറ. എന്തിന്? ചേട്ടൻ ഞാനും വിളിച്ചു സൂര്യ വരാൻ വേണ്ടിട്ട്, പക്ഷെ കിട്ടിയില്ല. അവിടെ തന്നെ തീരുമാനമായിട്ട് താമസിച്ചോളാം. ഇത് കഴിഞ്ഞ് ദീപ്ചേച്ചിയെ കൊണ്ട് വിളിപ്പിക്കണമെന്ന് പറഞ്ഞേക്കും. മോളെ, അവനൊരു നിഷ്കളങ്കനാണ്. അറിയാ എന്തായി? നീ കോതമംഗലത്താന്ന് പറഞ്ഞപ്പോ അവള് പറയണേ ഒരു ഏറുമാടായിട്ട് നിന്നോട് അവിടെ തന്നെ കൂടിക്കോളാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഏറുമാടാ
മൗഗ്ലിയാ? അവളെ Yes. അവൾ ബ്രേക്കപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട്. ഞാനേ നാളെ തന്നെ അങ്ങോട്ട് വരാം. നീ എന്തിനാ ഇനി അവിടെ പെട്ട് കിടക്കണേ? നീ ഇന്ന് തന്നെ കേറിക്കോ. അതെ അവളോട് കഴിച്ചിട്ട് വരാൻ പറ കഴിച്ചിട്ട് വരാൻ भागेगा अभी। നീ ഇതാ പോകുന്നത്? ഞാനേ വീട്ടിൽ പോകണം. നാളെ മാർക്കറ്റിൽ നിന്ന് കായറക്കേണ്ട ദിവസം ഞാൻ മറന്നു. അപ്പൊ നമ്മുടെ മാച്ചോ? പിന്നെ മാച്ച് കോപ്പ് നിങ്ങൾ കളിച്ചാൽ മതി. ലൈഫ് My life is good for ലാസ്റ്റ് that. വെയിറ്റ് ചെയ്യാനാട്ടോ. അതിന് നമ്മുടെ ബ്ലാക്ക് അല്ലടാ. തുമ്മാറോ Tomorrow. എടാ ശില്പ ഭായി പറഞ്ഞപ്പോ നീ എങ്ങനെ നോക്കിയത്? ആദ്യം കുറച്ച് ആവശ്യമുണ്ട്, കുറച്ചല്ല ഇന്ന ആവശ്യമുണ്ട്, പിന്നെ അത് മാറി. പക്ഷെ ഇതാണ് പക്ഷെ അവള് കൂടാ. ഞാൻ എന്ത് സാധനവും മൈൻഡിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്നെ പഴയതുപോലാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും വിഷമായത്. താനൊന്ന് പോണു. ഞാനേ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോട്ടെ. Oh. അതെ ഫോണൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നേരിട്ടില്ല. പോയി നോക്കാല്ലേ? പോയി നോക്ക്. അങ്ങനെ ഞാൻ രാവിലെ വീട്ടിലേക്ക്. ശരി ശരി നമുക്ക് പോവാം. Man. ചേച്ചിക്ക് ആലുവേല മുമ്പടെ ചാത്തത്തിന് പോയിക്ക. നാളെ വരുള്ളൂ. കേട്ടോ. ഫുഡ് അടിച്ചിട്ട് പോണ പരിപാടി. അതെ നിങ്ങളെ ചെക്കനെ ഉപദേശിക്കാൻ നോക്ക്. പറയും Oh. നഹി नहीं നഹി ചോളൂ. നിന്നെ വിടുന്ന പ്രശ്നമില്ല. നീ നാളെ അവിടെ പോയിട്ട് കാര്യമില്ല. ഇനി അവളുടെ കൂട്ടുകാരായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നീ നാളെ അവിടെ ചെല്ലുമ്പോ അവളവിടെ കൂട്ടുകാരികളായിട്ട് വരും. എന്നിട്ട് നീ അവരുടെ മുന്നിൽ നാണം കെടും. അവളുടെ കൂട്ടുകാരികളുടെ മുന്നിൽ നാണം കെടാൻ ഞാൻ എന്റെ ദീപുമോനെ വിടില്ല. നമുക്കിത്തിരി സ്റ്റാൻഡേർഡ് ഇല്ലാന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരു പാവലില്ല. അപ്പൊ നീ നാളെ പോകുന്നില്ല? ഇല്ല, ഞാൻ നാളെ പോണില്ല. അളിയാൻ പറഞ്ഞ പിന്നെ ഞാനൊരു അപ്പീലില്ല. പൊന്നാരിമംഗലം ഷാപ്പിൽ പോയിട്ടാ നീ? നാളെ പോയാലോ? പൊളിക്കുക. അപ്പൊ നാളെ ഒരു കറൂറും ഇല്ല, ഒരു തേങ്ങയില്ല. നീ ഇപ്പൊ കറൂറിനെ കുറിച്ച് എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. nothing. അപ്പൊ നാളെ ഷാപ്പിൽ പോകുന്നു. Uh-oh. അപ്പൊ അങ്ങനെ ബ്രേക്കപ്പ് അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും അവളോട് എത്രയൊക്കെ മാറി വന്ന സമയത്ത് ഞാനല്ലേ ഇപ്പൊ എന്താ ശരിക്കും ഞങ്ങൾ തമ്മിൽ പ്രശ്നം? അതിനല്ലേ ഞാനും ചോദിക്കണേ. എടി ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് ലൈഫിന്റെ ഒരു ഫേസ് ആയിട്ട് നീ കൂട്ടിയാ മതി. എടി നിന്റെയൊക്കെ ഒരു റിലേഷൻ ഉണ്ടല്ലോ ഭയങ്കര സൂപ്പർഫിഷ്യൽ ആണ്. ഇത് പൊളിഞ്ഞാലും സക്സസ് ആയാലും ഈ ലോകത്ത് യാതൊരു മാറ്റം വരാൻ പോണം. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം? അനുഭവം കൊണ്ട് പറയണം. നിന്നോട് കൂടെയാണ് അടുത്ത നീയാ. പക്ഷെ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുമ്പോ പുള്ളി നൈസായിരുന്നു. എനിക്കിതോടെ കേൾക്കുമ്പോഴാണ് എഴുതി ചുമ്മാ എഴുതി 2 വർഷം കഴിയുമ്പോ എവിടെ ആയിരിക്കും? നീ നല്ല ഹാപ്പി ആയിരിക്കും. അന്ന് നീ വിചാരിക്കും ഇത് എന്റെ ലൈഫിലെ ബെസ്റ്റ് തീരുമാനമായിരുന്നു. ആവും. ഇനി നിനക്ക് കൊച്ചിക്കാരനെ തന്നെ വേണമെങ്കിൽ ഞാൻ നീ 2 ദിവസം വീട്ടിൽ പോയി നിൽക്ക്. അപ്പൊ അതിന്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവും. ഞങ്ങളെ വീട്ടിൽ പോ. നന്നായി. ഞാനും പോവാ വീട്ടില്. കാലത്ത് നമുക്ക് ഇറങ്ങാട്ടോ. അവിടെ നിർത്തുവോ? സൂക്ഷിച്ചിറങ്ങു മോനെ. എത്ര പടിയുണ്ടമ്മ? ഒരുപാട് പടിയുണ്ട്. Okay. കിട്ടേണ്ട കിട്ടിയപ്പോ നിന്റെ തന്നെ മാറിയോ? നീ വിട്ടാ മാനേജർ നിന്നോട് പറഞ്ഞാണ് എനിക്കിവിടെ താല്പര്യമില്ലാന്ന്. പിന്നെ നീ ആരാണ് എന്റെ പേര് അധികാരം സ്ഥാപിക്കാൻ? ഇതൊന്നും പറയാണ്ട് നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അല്ലടാ? നിങ്ങളുടെ മകൾ സൂപ്പർ ശരണ്യ എറണാകുളത്തുള്ള ഒരു പയ്യനുമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അയ്യോ അല്ല, ഞാനിവിടെ ട്രഷറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എനിക്ക് പെൻഷൻ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബൈ. ആലോചിക്കാൻ നിന്നാ അവരെന്നെ പങ്കായത്തിന് അടിച്ച് കാലിടുന്ന് നോക്കിയോ? കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. എന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ടാ മനസ്സിലാവുന്നില്ല. എനിക്ക് എന്നെ കാണുന്ന ഇറിറ്റേഷനാന്ന്. ഇങ്ങനെ ഒരു വിട്ടി. എന്താ മോളെ, എന്താ പ്രശ്നം? സോറി ചേച്ചി, ചേച്ചിയുടെ മോര് മലപ്പാടാണ്, അത് തന്നെയാണ് പ്രശ്നം.
വണ്ടി अच्छा क्या सही किया കേറി. ആ ബസ് എടുക്കറേ ഞാൻ പോവാം. കേട്ടാ വരവ് കാണാം. എടി ഞാൻ വന്നാലും നല്ലയ്ക്ക് ഉച്ചയ്ക്ക് എന്തിന് അല്ല അവനെ കണ്ട ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറയാം. ശരി ശരി ഇരിക്കേ ഞാനും വരാം. ഇനി അവിടെ ചെന്ന് എന്റെ മനസ്സ് മാറും. ശരി अरे यार ഓക്കെ അല്ലേ? നീ എവിടെ പോണു? ഷാപ്പ് ഇപ്പൊ തുറന്നിട്ടുണ്ടാവോ? ഷാപ്പാ ഞാൻ തൃശ്ശൂർ പോണാണ് അവളെ കാണാൻ. വെള്ളം പറ്റിച്ച് എന്തിനാണ്? അളിയൻ പറഞ്ഞേക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് പോണം. എടാ നീ നാണം കെടും. കുറച്ചൊക്കെ നാളെ കിട്ടോട്ടെ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണ്ടാ പോവാൻ. അത് അളിയൻ തന്നെ ക്ലീൻ ചെയ്താൽ മതി. ഒന്നുമില്ല, എല്ലാം പഴയ പോലെ തന്നെ. നിന്നെ കണ്ട് ജസ്റ്റ് ഒരു ഗുഡ് ബൈ പറയാൻ വേണ്ടി വന്നാ. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. ओके നീ എവിടെ പോണം? ഞാൻ ഇവിടെ ഒരു കല്യാണത്തിന് പറഞ്ഞത് കൂട്ടുകാരന്റെ. ഞാൻ നീ തൃശ്ശൂർക്ക് പോവാ. തൃശ്ശൂർക്ക് എന്നെ കാണാൻ വരുന്നതാണോ? അല്ല, എനിക്ക് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്. നിനക്ക് സമ്മതിക്കാൻ പറ്റില്ല. എന്നെ കാണാൻ വരുന്നതെന്ന് പറഞ്ഞ നിന്റെ മാല ഇടിഞ്ഞു അതിന് വീഴും. നിന്നെ കാണാൻ വേണമെങ്കിൽ സമ്മതിക്കേണ്ട ആവശ്യമുള്ളൂ. നീ എന്നെ കണ്ട് കോംപ്രമൈസ് ചെയ്യാൻ വന്നാൽ സമ്മതിക്കും. കോംപ്രമൈസാ? നോവേ. സോനോട് ചോദിച്ചു നോക്ക്. നോണയെ ഞാൻ കല്യാണത്തിന് പോണേണ് വേണമെങ്കിൽ ആരെടുത്ത് ചോദിച്ചു നോക്ക്. കല്യാണത്തിന്റെ കാര്യം നീ എന്നോട് താൻ പറ്റരുത്, അമ്മ ഉണ്ടായി. സാധന നോക്കിയേ. നീ തീരുമാനിച്ച ഈ പ്രശ്നോടെ സോൾവ് ആക്കാം, പക്ഷെ നീ തീരുമാനിക്കൂലല്ലോ. സോനെ നീ നില പറഞ്ഞ കറക്റ്റ് ആടി. ഞാനെന്ത് പറഞ്ഞു? എന്റെ ലൈഫ് ഏറ്റവും നല്ല തീരുമാനമായിരിക്കും പറഞ്ഞില്ലേ, അത് കറക്റ്റാണ്. അതെ, കല്യാണത്തിനോ അടിയന്തരത്തിനോ എവിടാന്ന് വെച്ചപ്പോക്കോ ഞാൻ പോണം. സുല ഹലോ. अरे उस दारू वारू पिया रहेगा ना. പിന്നെന്ത് ഇവിടെ തന്നെ നിൽക്കണേ? അകത്തേക്ക് വാ, വിളിക്കണ. ओके ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ. ആരെങ്കിലും ഒന്നടി. ഇത് പോട്ടേട്ടാ, ശരിയാക്കി തരാം. ओके ചായ എടുക്കട്ടെ മക്കളെ? അല്ലേ വേണ്ട, പായസം കൊടുക്കാം അല്ലേ? പായസം എടുക്കട്ടെ? यार so wanted. ഡാബി നിനക്ക് ഇവർക്ക് ചായ ഇട്ട് കൊടുത്തൂടെ? എന്നത് ചായ ആയിരിക്കില്ല കൊടുക്കണത്. अरे ചേട്ടാ മീൻ എന്തേ? രാഹുല രാഹുൽ മുകളിലേക്ക് താമസം മാറി. തയ്യൽ മെഷീൻ വന്നപ്പോഴേ മോള് പോയി കണ്ടോ? പൊക്കോ, മോളുണ്ട്, പോയി കാണാൻ. ഇവിടെ എന്തൊക്കെയാണ് നടക്കണത്? ഞാൻ അത്രയ്ക്ക് മണ്ടിയാന്നൊന്നും മേടിക്കരുത് കേട്ടോ. അമ്മേ ദീപു ശരണ്യ ഇഷ്ടത്തിലാണ്. എനിക്കറിയാൻ പാടില്ല. രാഹുൽ राहुल
എന്താ എക്സിബിഷൻ ആണ് എന്താ? ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്തു വെക്കോ? She is kind of very strict. കഴിഞ്ഞ പെർഫോമൻസ് എന്താ ഒരു അമ്മോനോട് മാത്രമാണ് ഞാനോട് നിൽക്കുന്നത്. എനിക്ക് ആ സോളെ കണ്ടപ്പോ കഴിച്ചു കയറി. പിന്നെ നീ പറഞ്ഞ ഡയലോഗ് അത് ഞാൻ സത്യം പറഞ്ഞാണ് പോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. നീ എന്ന് പറഞ്ഞില്ലേ നീ ഇൻസേർട്ട് ചെയ്ത കാര്യം ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതല്ല, അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ സോറി. പറയാൻ വേണ്ടി ഞാൻ കുറെ വിളിച്ചിപ്പോ കോപ്പ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇമ്മാതിരി രാമാഴ്ച എനിക്കും അറിയാം. ഞാൻ രാമാഴ്ചല്ല മോനെ ഇവിടെ കിടന്ന് കാര്യം കാണാ. കണ്ട Oh. He's cute, yaar. അപ്പൊ പിന്നെ എങ്ങനെ എന്ത് എന്ത്? നമ്മുടെ അന്നടിച്ച് കാര്യമായിട്ട് തള്ളാൻ വരും. അവൻ എക്സസൈസ് നോക്കി വീട്ടിൽ മലയാളം ചർച്ച കൈവശം വെച്ചു. അജിത് മേനോൻ അയാളിന് വരില്ല. അരുൺ സാർ അയാൾക്കിപ്പോ എന്നോട് ബഹുമാനാണ്. ആ അപ്പൊ ഓക്കെ Done. ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല പാവം. ഞാൻ കൊടുത്താണ് ഓർഫി ഇവിടെ താമസിച്ച പെൺകുട്ടിയിൽ ഐഡിയ ആണ്. അപ്പൊ തന്നെ റിക്വസ്റ്റ് വിട്ടിട്ടുണ്ടാവല്ലോ. ഞാൻ വിട്ടിട്ടൊന്നുമില്ല, ചിലപ്പോ ആളെയും വിട്ടിട്ടുണ്ടാവും. അഭിചേട്ടൻ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനാകെ ഇല്ലാണ്ടായി പോയി. എന്നിട്ട് അങ്ങനത്തെ ഓർമ്മ അപ്പൊ കാണിച്ചേ. അല്ല ഇനി അങ്ങനെ ഉണ്ടാവില്ലല്ലോ. Okay, he's here. ഹലോ എന്ത് പെട്ടെന്ന് Ah. ഇനി നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാ നിന്നെ മുഖം പിടിച്ച് ചുമരം വെച്ച് കണ്ണുമൂക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാ കേട്ടോ. ബ്രേക്കപ്പ് അടിക്കാൻ വന്ന് ഞാൻ കാലുമായി അവിടെ മുഖം കണ്ടായിരുന്നു ഏറും കൊണ്ട കങ്കാരനെ പോലെ. പായസം കഴിക്കി കഴിക്കി അമ്മ ഉണ്ടാക്കിയല്ല അപ്പുറത്തേക്ക് മേടിച്ചിട്ട് ആന്റെ അമ്മ ആദ്യം കുറച്ച് ഏറെ പിടിച്ചിരുന്നു, പിന്നെ ഓക്കെ. ഞാൻ ആദ്യം തത്വം പറഞ്ഞിരുന്നു. എൻട്രൻസ് കോച്ചിങ്ങിന് കൂടെ പഠിച്ച ആര്യ പറഞ്ഞിരുന്നത് ജീവിതം കടലിട്ട പായവഞ്ചി പോലെയാണ്. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവന്റെ കാര്യത്തിൽ ഇനിയും കുറെ നിഗൂഢതകൾ മറന്നിക്കാറുണ്ട്. നിന്ന് നിൽപ്പിൽ നുണർന്നു കളയും. എനിക്കൊരു വിശ്വാസം വന്നിട്ടില്ല. എന്തൊരു ഭാവന. ഇനിയൊരു ഇടിയില്ല തേങ്ങയില്ലട്ടാ. Nice place, huh? Oh, Rahul. Oh,
गॉड नाइस मूवी यार, मजा आया देख के यार यार, एंडिंग बहुत क्यूट था इसका actually. बहुत अच्छा Very लगा nice. एक्चुअली वेरी नाइस Is बट बहुत- इन एवरी रिलेशनशिप ना दिस थिंग वो ऑलवेज हैपेंस शोना को मस्त कर बट एक्चुअली वो बहुत हो रहा था यार उसका, मेरे को भी थोड़ा लग रहा था। ठीक है अभी चलता अब रहता है. एज अ फ्रेंड ठीक है, नो नॉट एन इश्यू बट इट्स क्यूट। It was nice movie. Full मजा आया. They clear Guys, and now they are suggest in us more relation. such movies. Meanwhile, take care. Bye bye.